ആശാ വർക്കർമാരുടെ ഐതിഹാസിക സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ 50-ാം ദിവസം കടന്നിരിക്കുമ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമരമാർഗങ്ങൾ, അതും ഏറ്റവും മൂർധന്യ ഭാവത്തിൽ നടത്താൻ അവർ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. നാട്ടിലെ അമ്മമാരെയും സഹോദരിമാരെയും പാടെ തള്ളിക്കളഞ്ഞ പിണറായി സർക്കാരിനെ കൃത്യമായി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു തീപ്പന്തമായി കത്തിക്കയറുകയാണ് എന്ന് വ്യക്തം. ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന ഒട്ടും തന്നെ ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തി, അവർ എല്ലാ തരത്തിലും മാനസികമായി പോലും അവരെ തളർത്താൻ വേണ്ടി ഓരോ കല്ല് വെച്ച നുണകൾ പടച്ചു വിടുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദാസീനനായി ഈ വിഷയങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. ഏറ്റവും വലിയ ചെയ്തി എന്ന് പറയുന്നത് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആശാവർക്കർമാരുടെ ഓണറ്റേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതൊന്നും കൊണ്ട് അവരുടെ ശാശ്വത പരിഹാരം നിറവേറ്റപ്പെടില്ല എന്നുള്ളത് സത്യമാണ്. കേന്ദ്ര സർക്കാർ ആനുകൂല്യം വർദ്ധിപ്പിക്കട്ടെ, അതനുസരിച്ച് ഞങ്ങളും തീരുമാനിക്കാമെന്നുള്ള വെറും കല്ല് വെച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഇറങ്ങുന്നത്. നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എങ്ങനെയെന്ന്. അന്ന് കോവിഡ് കാലത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ഒട്ടും ഭീതിയില്ലാതെ മുന്നണി പോരാളികളായി നിന്നവരാണ് ആശാവർക്കർമാർ. അവർ വീട് വീടാന്തരം കയറുമ്പോൾ അവർക്ക് തങ്ങളുടെ ജീവനെക്കുറിച്ചല്ല, അവർ ഈ നാടിനു വേണ്ടി നടത്തുന്ന സേവന മനോഭാവത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത മുഴുവൻ. ഈ ദുരിതക്കയത്തിൽ നിന്നും, ഈ നാടിനെ ദുരിതക്കയറ്റിൽ നിന്നും പിടിച്ചു കയറ്റാൻ സർക്കാരിൻ്റെ കൂടെ മുൻപന്തിയിലുണ്ടായിരുന്ന പ്രവർത്തകരെയാണ് ഇന്ന് തൊഴിലിൻ്റെ പേരിൽ അവരെ അവഹേളിക്കുന്നത്, അവരെ പുച്ഛിക്കുന്നത്, അവർക്കെതിരെ അധിക്ഷേപം ചൊരിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തര വിഷയമായി ഇത് സഭയിൽ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം SUCIയുടെ നാവാണ് എന്ന് വീണ ജോർജ് പറയുന്നു, പോടാ ചെക്ക എന്ന് മന്ത്രി R ബിന്ദു പറയുന്നു. അത്രയും വകതിരിവില്ലാത്ത, സാമാന്യ മര്യാദയില്ലാത്ത മന്ത്രിമാരാണ് അവിടെ ഞെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എല്ലാ തരത്തിലും ജനവിരുദ്ധനാണ് എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ആശാവർക്കർമാർ അവരുടെ സമര പരിപാടികൾ ഇനിയും ദീർഘിപ്പിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സമരത്തിന് വേണ്ടി എത്ര നാൾ വേണ്ടി വന്നാലും, എത്ര മാസങ്ങളെടുത്താലും ഞങ്ങളുടെ അവകാശം നേടിയെടുക്കാതെ ഒരിഞ്ച് പിന്നോട്ട് പോകില്ല എന്നാണ് സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്.